അപ്പോൾ ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിം യോട്യൂബ്സിലെ ഹോട്ട്സ് ഓഫ് ഹെൽ. അപ്പോൾ ഇതൊരു ഹോട്ട് സർവൈവ് ജോണറിയിലുള്ള ഗെയിമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു ലിമിറ്റഡ് ടൈം ഉണ്ടാവും, കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും, അത് കംപ്ലീറ്റ് ചെയ്യണം. ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് എനിമീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അവരിങ്ങനെ സൈക്കിൾ പോലെ നമ്മൾ കൊന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് ലൈക്ക് ആദ്യം കാണുമ്പോൾ നമുക്ക് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നില്ല. ഞാനിത് പണ്ട് കണ്ട് എൻ്റെ കൂട്ടുകാരൻ ഫോണിൽ കളിച്ചുകൊണ്ടിരുന്നതാണ്, വാമ്പയർ സർവൈവേഴ്സ് എന്ന് പറഞ്ഞാൽ. ഇത് ലൈക്ക് പി സിയിൽ ഭയങ്കര ഹിറ്റ് ഗെയിമായിരുന്നു. അപ്പം എനിക്കത് കണ്ട സമയത്ത് നമുക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. നമ്മൾ സംഭവം എടുത്തു, ഞാൻ ഫോണിലൊന്ന് കളിച്ചു. അത് ലൈക്ക് ഒരു റൗണ്ട് എന്ന് പറയുന്നത് 30 മിനിറ്റ് ആണ്. അപ്പോൾ ആദ്യം ഈ 30 മിനിറ്റ് സർവൈവ് ചെയ്യാൻ വേണ്ടി നല്ല കഷ്ടപ്പാടാണ്. പക്ഷെ സംഭവം മനസ്സിലാക്കി, ഓരോ ഗെയിമിനും ഓരോ ടൈപ്പ് സംഭവങ്ങളുണ്ട്. അതൊന്നും മനസ്സിലാക്കാനാണ് പാട്. അത് മനസ്സിലാവാത്തവർ ലൈക്ക് ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നൂല. പക്ഷെ ഇതൊന്ന് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സംഭവം കത്തും. അപ്പോൾ ലൈക്ക് ഇതാണ് ലൈക്ക് എല്ലാ ഇതിലും ഇങ്ങനെ കുറേ ഹീറോസ് ഉണ്ടാവും. ഈ ഹീറോസിന് എല്ലാവർക്കും പല അബിലിറ്റീസ് ആയിരിക്കും. ഈ പുള്ളിയുടെ സംഭവം കൊണ്ട് അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ ഇതായിരിക്കും. ആർച്ചറാണ്, ഇത് ബെർസേക്കറാണ്, വെട്ടാണ്, ലൈക്ക് മിഡ് റേഞ്ച് ക്ലോസ് റേഞ്ച് അറ്റാക്സ് ആണ്. ഇച്ചിരി കൂടെ മിഡ് റേഞ്ച് ആണ്. ഇവിടെ എടുക്കാം. നമുക്ക് പല വെപ്പൻസ് ഉണ്ടാവും, പല ഔട്ട്ഫിറ്റ്സ് ഉണ്ടാവും. സ്ഥലത്തെടുക്കും. ഇപ്പോൾ ഇത് ലൈക്ക് ഇതുണ്ട്, കുറേ മാപ്സ് ഉണ്ട്. അൺലോക്ക് ചെയ്ത് പോകണം. ഇതിപ്പോൾ ഇത്രയും കളിച്ച് നോക്കിയായിരുന്നു. ഡിഫിക്കൽട്ടി നമുക്ക് ഇപ്പോൾ ഈസി ഇട്ടല്ല. 10 മിനിറ്റ് ആണ് നമുക്ക് ഇതിൻ്റെ ഒബ്ജക്റ്റീവ് കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയം. 10 മിനിറ്റിനുള്ളിൽ നമ്മൾ ഒബ്ജക്റ്റീവ് കംപ്ലീറ്റ് ചെയ്യണം. ഇതാണ് സംഭവം. ലൈക്ക് രസമാണ് ഇങ്ങനത്തെ ഗെയിംസ് കുറച്ച്. പിന്നെ ആകെ എന്ന് വെച്ചാൽ പല ടൈപ്പ് സംഭവങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. പല പവേഴ്സ് കിട്ടും നമുക്ക്. ആ പവേഴ്സൊക്കെ എന്താണെന്ന് മനസ്സിലാവാനാണ് പാട്. ലൈക്ക് ഇതിപ്പോൾ സ്റ്റാർട്ടിങ് ബേസിക്കലി ഇപ്പോൾ ഈ സാധനം അറിയണത് കണ്ടോ, ഇത് ഇവളുടെ ഓട്ടോമാറ്റിക്കൽ പവറാണ്. ഇപ്പോൾ ഈ എനിമീസിനെ കൊല്ലുമ്പോൾ ഈ സാധനം ഓർബ് ഇങ്ങനെ വീഴും. അപ്പോൾ നമ്മൾ ഈ ഓർബ് കളക്ട് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ താഴെ ലെഫ്റ്റ് സൈഡിൽ താഴെ ഒരു നീല സാധനം കൂടും. ആ സാധനം കൂടി കഴിയുമ്പോൾ എക്സ്പീരിയൻസ്, ഓരോ ലെവലിൽ എക്സ്പീരിയൻസ് കൂടുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോ പവേഴ്സ് വരും. ഈ പവേഴ്സ് ഇപ്പോൾ ഞാൻ ഈ സീരീസിൽ സാധനം എടുത്തു. അപ്പോൾ ഇതാണ് ഇപ്പോൾ നിലവിലുള്ള പവേഴ്സ്. അപ്പോൾ ഇത് ഞാൻ വായിച്ചിട്ട് ഇതിലേത് പവർ എടുത്താലാണ് എനിക്ക് നല്ല നോക്കുക. പക്ഷേ ഇതൊന്നും ഇതില്ല. റീറോൾ അടിച്ചു. ഇതിൽ ഇത് കാര്യമില്ല. അതിൽ മൂവ്മെൻറ്റ് സ്പീഡ് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇത് നമ്മൾ വായിച്ച് മനസ്സിലാക്കണം. ഇത് വായിച്ച് മനസ്സിലാക്കുന്നതിനാണ് ഈ കളിയുടെ കാര്യം. അങ്ങനെ എന്നാലാണ് നമുക്കിത് എങ്ങനെ പോകുമെന്ന് മനസ്സിലാവുള്ളൂ. ഇപ്പം ഞാൻ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എടുത്തു. ഇപ്പോൾ റൈറ്റ് സൈഡ് ടോപ്പിൽ മാപ്പ് ഉണ്ട്. ആ മാപ്പിൽ വന്നേക്കുന്ന നീല സംഭവങ്ങൾ അത് നമ്മുടെ ഒബ്ജക്റ്റീവ് ആണ്. നമ്മൾ പോയി മഷ്റൂംസ് കളക്ട് ചെയ്യണം. 8 മഷ്റൂംസ് കളക്ട് ചെയ്യണം. ഇതിങ്ങനെ നടക്കുക. ഇതെല്ലാം മുകളിൽ ടൈമർ ഉണ്ട്, ഏറ്റവും മുകളിൽ ടൈമർ. ആ 10 മിനിറ്റിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകും. ഇവളുടെ ഈ മൈൻഡ് ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം നല്ല പവറാണ്. സംഭവം എടുത്തു. ലെഫ്റ്റ് സൈഡ് ടോപ്പിൽ പവർ വന്നേക്കണം കേട്ടോ, നമ്മളിപ്പോൾ എടുത്ത പവർ. ആ പവർ തന്നെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ടൈമറിനനുസരിച്ച് തന്നെ അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്കിത് മാറ്റാം സെറ്റിങ്സിൽ. നമ്മൾ ഇതിപ്പോൾ ഞാൻ ഓട്ടോ ആയിട്ടിട്ടേക്കണം, തന്നെ പവർ യൂസ് ചെയ്തോളൂ. നമുക്കിത് മൗസ് യൂസ് ചെയ്ത് പവർ ആക്കാം. ഇപ്പോൾ എൻ്റെ രണ്ടാമത്തെ പവർ കിട്ടി എനിക്ക്. നമുക്ക് മൊത്തത്തിൽ 5 പവർ യൂസ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ പവർ ഇപ്പോൾ ഈ സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എനിമീസ് കയറി കഴിഞ്ഞാൽ അവരുടെ ലൈഫ് പോകും. അതാണ് ഇപ്പോൾ കിട്ടിയ പവർ. അപ്പോൾ ഇതിൻ്റെ ഇതെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ എനിമീസ് വന്നുകൊണ്ടിരിക്കും. നമ്മൾ അവരെ കൊന്ന് നമ്മൾ ഈ എക്സ്പീരിയൻസ് കളക്ട് ചെയ്യണം. എക്സ്പീരിയൻസ് കളക്ട് ചെയ്ത് പവറപ്പ് ആവണം. അതിൻ്റെ ഒപ്പം ഒബ്ജക്റ്റീവും കംപ്ലീറ്റ് ചെയ്യണം. കാട്ടിക്കാരെന്നുള്ള സംഭവം ഒരു 6 ടൈപ്പ് ഗോഡ്സ് ഉണ്ട്. ഓഡിനുണ്ട്, തോറുണ്ട്. ഇവർക്ക് എല്ലാവർക്കും പല ഇതാണ്. അവരുടെ എല്ലാവരുടെ അടുത്ത് ഏത് പവറാണ് നമുക്ക് നല്ലത് എന്ന് കണ്ടുപിടിച്ച് യൂസ് ചെയ്യണം. ചില പവർ അപ്സ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുമ്മാ സീനാണ്. പിന്നെ ഒന്നും ചെയ്യണ്ട, ചുമ്മാ നിന്നാൽ മതി. ഇതിപ്പോൾ ഞാൻ കുറച്ച് നേരം ചുമ്മാ നിന്ന് കഴിഞ്ഞാൽ മറ്റേ 8 കാര്യങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ തന്നെ മൂടും. പക്ഷേ ആ പവർ അപ്സ് ചിലത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് എൻസർക്കിൾ ചെയ്ത് പവർ അപ്പ് വരും. അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പേടിക്കാനേ വേണ്ട, ചുമ്മാ നിന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ലൈക്ക് ഇത് കണ്ടോ, 1, 6, 12, 18 കണ്ടോ.
നമുക്ക് നമ്മുടെ ഇതാണ് നമ്മൾ ഈ 18 വരെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പവർ ഇവോൾവ് ആവും. അപ്പോൾ ഇച്ചിരി കൂടെ പവറപ്പ് ആവും. പവർ ഫുള്ളാക്കി കഴിഞ്ഞാൽ അങ്ങനെ പോകുന്നു. 3 ആയുള്ളൂ സമയം. 8 മിനിറ്റ് ബാക്കി. അടുത്ത പവറപ്പായി. സ്പേസ് ഞെക്കി കഴിഞ്ഞാൽ ഡാഷ് ചെയ്യാൻ പറ്റും. പിന്നെ ക്യൂ ഞെക്കി കഴിഞ്ഞാൽ നമുക്കൊരു എല്ലാ ഹീറോസിനും അവരുടെ വെപ്പൺസ് അനുസരിച്ച് സൂപ്പർ പവേഴ്സ് ഉണ്ട്. ഞാനിത് മൊത്തത്തിൽ എവിടെയെങ്കിലും ഒരു ടഫ് സിറ്റുവേഷൻ വരുമ്പോൾ കാണിച്ചു തരാം. പിന്നെ മാപ്പിൽ ചെസ്റ്റുകൾ വരും ഇടയ്ക്കിടയ്ക്ക്. ചെസ്റ്റ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പവർ കിട്ടും. വേണ്ടോ ഇതൊക്കെ വായിച്ചിട്ട് നമുക്ക് ഏതാണ് നല്ലതെന്ന് ആ സിറ്റുവേഷനിൽ തോന്നുന്നതനുസരിച്ച് വേണം വരുന്നത്. ഇപ്പോൾ റീറോളാണ് എടുത്തത്. റീറോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ദൈവത്തിൻ്റെ അടുത്ത് കഴിഞ്ഞാൽ അവരുടെ പവേഴ്സ് കാട്ടി കഴിഞ്ഞാൽ നമുക്ക് ആ ഇപ്പോൾ കാണിച്ചേക്കുന്ന നിലവിൽ കാണിച്ചിരിക്കുന്ന പവേഴ്സ് വേണ്ടെന്ന് തോന്നുവാണെങ്കിൽ റീറോൾ അടിച്ച് കഴിഞ്ഞാൽ അടുത്ത പവേഴ്സ് വരും. പക്ഷേ അത് ലിമിറ്റഡ് ടൈമിലാണ് നമുക്ക് റീറോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ എനിക്ക് 9 പ്രാവശ്യം റീറോൾ ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ. അപ്പോൾ അത് നമ്മുടെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് കഴിഞ്ഞു. ഇതിപ്പോൾ ഈസി ആയതുകൊണ്ടാണ് ഇങ്ങനെ സ്മൂത്തായിട്ട് പയ്യെ ആൾക്കാരൊക്കെ വരുന്നത്. ഇതിൻ്റെ ഡിഫിക്കൽട്ടി കൂടുന്നതനുസരിച്ച് എക്സ്പീരിയൻസ് കിട്ടുന്നതും കുറയും. പിന്നെ നമുക്ക് ഇത് റീറോൾ കണ്ടോ, ഫിനിഷ് റീറോൾ അടിച്ചു. ബൗൺസിങ് ഏരിയ ആഡ് ചെയ്തായിരുന്നു. ഡാഷ് കൂൾ ഡൗൺ അതല്ല, ഈ ഡാഷ് നമുക്ക് ഇച്ചിരി കൂടെ പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റും. ഇത് എൻ്റെ ക്യൂനൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടതാണ് നമ്മുടെ ഹീറോയുടെ സ്പെഷ്യൽ എബിലിറ്റി. ഓരോ ഹീറോസിനും വേറെ വേറെയാണ്. നമ്മുടെ വെപ്പൺ മാറുന്നതനുസരിച്ച് പല പല എബിലിറ്റീസ് മാറും. നമുക്ക് ഉള്ളത് ഇച്ചിരി ചെയ്യാം. ഇത് ഓരോ ഇതിനും ഇത് കണ്ടോ ഓട്ടോകാസ്റ്റ്. ഈ ഓട്ടോകാസ്റ്റ് 5 ഉണ്ട്. ഈ 5 നമ്മുടെ മെയിൻ വെപ്പൺസ്. അത് അവർ തന്നെ ടൈമർ അനുസരിച്ച് തന്നെ അവർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഈ പാസീവ് ഈ സംഭവങ്ങളാണ് നമ്മൾ അല്ലാണ്ട് സെലക്ട് ചെയ്യുന്നത്. പവറപ്പ് പോലെ മൂവ്മെൻറ്റ് സ്പീഡ് കൂടും. നമ്മുടെ മൂവ്മെൻറ്റ് സ്പീഡ് സമയം അനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും. ഡാഷ് കൂൾ ഡൗൺ അതിപ്പോൾ ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്തത്. ഇത് നമ്മുടെ മെയിൻ നമ്മൾ വെപ്പൻ്റെ ആ ക്യൂ ഞെക്കി കഴിയുമ്പോൾ വരുന്ന സംഭവം. ഈ സബ് ക്ലാസിൻ്റെ സംഭവം വേറെ വരും. അപ്പോൾ അത് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ സബ് ക്ലാസ് കയറും. ഇത് നമ്മുടെ ഹീറോയുടെ പവേഴ്സാണ് 3. ഇത് നമുക്ക് പലത് കിട്ടും വേറെ വേറെ അനുസരിച്ച്. ഞാൻ അടുത്ത ഒബ്ജക്റ്റീവ് എടുത്തു. ലെഫ്റ്റ് സൈഡിലാണ്. അത് ഇനി പോയി കംപ്ലീറ്റ് ചെയ്യണം. ഡിഫീറ്റ് ദ ചീഫ്റ്റൻസ്. ആദ്യത്തെ പുള്ളിക്ക് വരും. പുള്ളി വന്നപ്പോഴത്തേക്ക് ക്യൂ നോക്കി സാധനം ചത്തു. അടുത്താടെ പോയി പിടിക്കുക. അടുത്താള് വന്ന് ക്യൂ ഞെക്കി ഡെവലപ്പായി. അതിൻ്റെ ഉള്ളിൽ ആട്ടിക്കാരോ ഈ ആട്ടിക്കാരോ ഒരാളുടെ നേരെ ചെന്ന് കഴിഞ്ഞാൽ അയാൾ ഫ്രീസ് ആവും കുറച്ച് നേരത്തേക്ക്. കാരണം അത് നല്ലൊരു പവറാണ്. എനിക്കിത് നിങ്ങൾക്കിപ്പോൾ കണ്ടാലും വലിയ ഇതെന്ത് ഇങ്ങനെ നടക്കുവാണ്. പക്ഷെ നമ്മളിത് കയറ്റി കളിച്ചു തുടങ്ങി കഴിയുമ്പോഴാണ് അതിൻ്റെ രസം മനസ്സിലാവുള്ളൂ. എനിക്ക് നിങ്ങൾ അത്രയും ടൈം സർവൈവ് ചെയ്യാൻ പറ്റുമോ? സർവൈവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതാണ് ഇതിൻ്റെ രസം. അപ്പോൾ ആ പുള്ളിനെ കാണുന്നവർക്കും ഈ പുള്ളിയൊക്കെ എനിക്കും ഇല്ലതെന്ന് ഇതൊക്കെ ചേർത്ത്. ഈ മാപ്പിൽ മറ്റേ കോഴിക്കാലിൻ്റെ പടം കണ്ടു. അത് കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് കൂടും. നിലവിൽ ലൈഫൊന്നും പോയിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഈ HP റീജനറേഷനുള്ള ട്രേറ്റ്സ് ഒക്കെ ഉണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ഇടയ്ക്ക് തന്നെ കൂടും. നിങ്ങളുടെ വേറെ ഒരു പവർ ഉണ്ട്. ഡാർക്ക് വിഷൻ. ഇതാണ് ഞാൻ പറയുന്ന സാധനം. ഇതുണ്ടോ ഇപ്പോൾ ഈ സാധനം ഇങ്ങനെ കിടന്ന് കറങ്ങണം കണ്ടോ? ഇതുപോലത്തെ പവേഴ്സാണ് മെയിനായിട്ട് നമ്മൾ എടുക്കാൻ നോക്കുന്നത്. അപ്പോൾ അത് ചുറ്റും ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും.
അപ്പോൾ ഇതിങ്ങനെ പവർ ലൈക്ക് നമ്മൾ മാക്സിമം ലെവലാക്കി കഴിയുമ്പോൾ ഇതിങ്ങനെ ചുമ്മാ ചുറ്റും ഇങ്ങനെ കറങ്ങും. അപ്പോൾ ചുമ്മാ ഇങ്ങനെ നിന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഈ സാധനം ഇങ്ങനെ കറങ്ങി വന്ന് എല്ലാവരും കൊണ്ടുപോകും. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാനിങ്ങനെ നിന്നു കണ്ടോ, ഒരു വന്ന് 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 കൈക്കടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ചുറ്റും ഇങ്ങനെ ഒരു സാധനം എൻസർക്കിൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കുറേയൊക്കെ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ നോക്കുന്നത് അറ്റാക്ക് നല്ലപോലെ കൂട്ടാൻ നോക്കണം. ലൈക്ക് പെട്ടെന്ന് ഒരു വലിയൊരാൾ വന്നു കഴിഞ്ഞാൽ പുള്ളിനെ ഹണ്ടിങ് റേഞ്ച്. കേട്ടോ, ഇതാണ് ഇതിൻ്റെ സീൻ. ഇത് നമ്മളിങ്ങനെ വായിച്ച് മനസ്സിലാക്കി ഏതാണ് നമുക്ക് ആവശ്യമുള്ളത്. ഞാൻ കാരണം ചുമ്മാ ഈ പ്ലസ് കാണുമ്പോൾ ഏറ്റവും കൂടുതൽ പ്ലസ് കിട്ടുന്ന സാധനം ഇതിൽ ചാൻസ് 100% കാണുമ്പോൾ ഇതൊക്കെ പിടിച്ച് വെക്കും. അങ്ങനെയാണ്. പക്ഷേ ലൈക്ക് ഇത് ശരിക്കും ഫോക്കസ്ഡ് ആയിട്ട് കളിക്കണമെങ്കിൽ അതൊക്കെ എന്താണെന്ന് പഠിച്ചിട്ട് ചെയ്യണം. ഇതിപ്പോൾ നമുക്ക് ചുമ്മാ രസത്തിനാണ്. ഞാൻ ഇങ്ങനത്തെ ഗെയിംസ് മാക്സിമം പോയ ഒരു മാസം മാക്സിമം ഇരുന്ന് കളിക്കും. എന്നിട്ട് നമ്മൾ കളയും. അടുത്ത ചെസ്റ്റ് കിട്ടി. എക്സ്പീരിയൻസ് ഇത് കണ്ടോ, ഡ്യൂറേഷൻ 70 സെക്കൻഡ്. 70 സെക്കൻഡ്സിന് മാത്രമാണ് ഇതൊന്ന് പോകും. പിന്നെ വേറെ കാര്യമൊന്നുമില്ല. പിന്നെ എന്തെടുത്താലും 1 മിനിറ്റിനുള്ളിൽ അടുത്ത ഒബ്ജക്റ്റീവ് വരും. ആ ഒബ്ജക്റ്റീവും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മെയിൻ വില്ലൻ വരുന്നത്. ഇത് മാക്സിമം ആക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. ആക്കി കഴിഞ്ഞാൽ ഞാൻ കാണിത്തരാം. പവർ ഞാൻ കയറ്റിയത് ഫിറ്റ് ഗേളിൽ നിന്നാണ്. ഫിറ്റ് ഗേളിൽ നിന്നാണല്ലോ നമ്മളെല്ലാം കയറ്റുന്നത്. വേറെ കുറേ സൈറ്റ്സ് ഉണ്ട്. ഫിറ്റ് ഗേളിൽ ഞാൻ നിലവിൽ ഇതുവരെയായിട്ട് കയറ്റിയതിൽ എനിക്ക് പ്രശ്നമൊന്നും വന്നിട്ടില്ല, വൈറസൊന്നും കയറിയിട്ടില്ല. പിന്നെ ഫിറ്റ് ഗേളിനെ ആയാലും വിശ്വസിക്കാൻ പറ്റില്ല. എപ്പോഴാണ് പണി കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല. സ്വന്തം റിസ്കിൽ കയറ്റുക. ഇതിപ്പോൾ കണ്ടോ, 4 ഓർബിറ്റായി ചുറ്റും ഇങ്ങനെ കൂടി കൂടി വന്നുകൊണ്ടിരിക്കും നമ്മൾ ഇത് ചെയ്യുന്നതനുസരിച്ച്. ആൾക്കാരെല്ലാം കൂടി വന്നു ഒബ്ജക്റ്റീവായി. ഹേഴ്സ് ഓഫ് വിൻ്റർ. ഓക്കെ, ഇനി നമ്മൾ വിൻ്റർ സർവൈവ് ചെയ്യണം. അതുകൊണ്ട് ഈ 8 കാര്യങ്ങൾ ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ കൊതിയും നമ്മളെ. അപ്പോൾ നമുക്ക് ലൈക്ക് നമ്മളപ്പോഴത്തേക്ക് നല്ലപോലെ അറ്റാക്ക് സെറ്റാക്കിയിട്ടില്ലെങ്കിൽ പണി കിട്ടും. ഈ അറ്റാക്കിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നമ്മുടെ HP കൂടെ സെറ്റാക്കണം. ഈ HP നമ്മൾ കുറഞ്ഞ് കഴിയുമ്പോൾ തന്നെ റീജനറേറ്റ് ചെയ്യുന്ന ട്രേറ്റ്സ് ഒക്കെ ഉണ്ട്, പവറൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ നോക്കി സെലക്ട് ചെയ്ത് ഒപ്പിക്കണം. ഇപ്പം ഞാൻ നിലവിൽ ലൈക്ക് ഞാൻ നോർമലും ഹാർഡൊക്കെ കളിച്ച കാരണം എനിക്കിപ്പോൾ ഇത് വലിയ സീനായിട്ടുള്ളത്. ഞാൻ ആദ്യം കയറ്റിയ സമയത്ത് ഇത് തന്നെ ഞാനൊരു 5-6 ട്രൈയിലാണ് തീർത്തത്. ലെഫ്റ്റ് സൈഡ് താഴെ ചുമപ്പ് തന്നെയാണ് നമ്മുടെ ഹെൽത്ത്. അതിൻ്റെ തൊട്ട് താഴെ പറഞ്ഞാൽ ആ വയലറ്റാണ് നമ്മുടെ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യണം. അത് കൂടുമ്പോൾ ഇപ്പോൾ ഞാൻ 14 ലെവലാണ്. ഇത് ഇങ്ങനെ കയറി 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 പോകുന്നതനുസരിച്ച് നമ്മുടെ പവേഴ്സ് കൂട്ടി കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ തന്നെ 15 ആവും. 15 ആയി. അടുത്ത പവർ വന്നു. നോക്കാം, പവർ എടുക്കുക. ഇപ്പോഴാണ് എൻ്റെ 5 പവർ ആയ. ഒരു മെയിൻ ഹീറോ ആണ് വന്നു. ഇതിലേക്ക് ഞാൻ നല്ലപോലെ നല്ലപോലെ ഈ ഹീറോനെ ഞാൻ അപ്ഗ്രേഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ലൈക്ക് സ്കിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അതാണ് ഇപ്പോൾ സാധനം വന്നു അപ്പോൾ തന്നെ ആൾ ചാവുന്നത്. അല്ലെങ്കിൽ ഇച്ചിരി പാടുപെടേണ്ടി വരും. ഓക്കെ, നമ്മുടെ മെയിൻ വില്ലൻ വന്നിട്ടുണ്ട്. പുള്ളിനെ പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വരും. അപ്പോൾ ഒരു 1:49 മിനിറ്റും കൂടെ ഉണ്ട്. അപ്പോൾ ഒരു 30 സെക്കൻഡ് ബാക്കിയുള്ളത് വരെ പുള്ളിയുടെ ഈ ഇവിടെ വന്നിട്ട് നമ്മളിങ്ങനെ നിന്ന് പൊക്കണം. ഇപ്പോൾ പൊക്കാനുള്ള കുറച്ച് നേരം കൂടെ നിന്ന് മാക്സിമം എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്ത് നോക്കാം. നമുക്ക് പൊക്കിയാൽ മതി പുള്ളിനെ.
കാരണം പുള്ളി പൊങ്ങി കഴിഞ്ഞാൽ പിന്നെ എക്സ്പീരിയൻസ് ഗെയിനിങ് ഇല്ല. നമുക്ക് ഇത് കിട്ടുമെന്ന് നോക്കാം, അത് കിട്ടുമെന്ന് നോക്കാം. അത് വരുന്നേ ഇല്ല. പോയി, കിട്ടിയില്ല. അറ്റാക്ക് ഡാമേജ് കൊടുക്കാം. എൻ്റെ മെയിൻ സ്കില്ല് ഈ 5 ഇതും ഫുള്ളാക്കിയില്ലെങ്കിലും ലൈക്ക് നമുക്ക് കളിയൊക്കെ തീർക്കാൻ പറ്റും. ബട്ട് ഉള്ള പവേഴ്സ് ലൈക്ക് സെയിം പവേഴ്സാണെന്ന് മനസ്സിലാക്കണം. അത് ലൈക്ക് കുറച്ച് കളിച്ച് കഴിയുമ്പോൾ മനസ്സിലാവും ഏത് പവറാണ് നല്ലത്, ഏത് പവറാണ് യൂസ്ഫുൾ എന്ന് മനസ്സിലാവും. ജസ്റ്റ് എടുക്കാൻ ടൈമുണ്ട്. യെസ്, അതെ നമ്മുടെ ഡാർക്ക് ക്രിസ്പ് 4 ഇതാക്കാൻ പോവുകയാണ് കേട്ടോ. ഇതൊന്നും കിടന്ന് കറങ്ങണം കേട്ടോ. ഇതാണ് നമ്മുടെ മെയിൻ പവർ. ഇതുണ്ടെങ്കിൽ ലൈക്ക് ഒന്നും പേടിക്കണ്ട വെച്ചാൽ ഒന്നും പേടിക്കേണ്ട തന്നെയല്ല, കുറച്ച് നേരത്തേക്ക് പേടിക്കണ്ട. ഇത്രയും ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മൾ ലൈക്ക് ഒരുവിധം സെറ്റപ്പ് ആവും. പിന്നെ ലൈക്ക് ഇതിൻ്റെ മെയിൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അയ്യോ കഴിഞ്ഞില്ല, സോറി. പോയി വച്ചാനെ പൊക്കി. നമ്മുടെ മെയിൻ വില്ലൻ ഈ ചുമപ്പിൽ കാണിക്കുന്നതൊക്കെ പുള്ളിയുടെ അറ്റാക്കുകളാണ്. അതൊക്കെ ഇവയുടെ ചെയ്ത് കഴിഞ്ഞില്ലെങ്കിൽ പടപടയുന്ന ലൈഫ് പോകും. ഇപ്പോൾ ഇവിടെ ഒരു മയം ഉണ്ടാവില്ല. അതെ ഇതിൽ ഇത് കാണണ്ട കേട്ടോ. ലൈക്ക് ഹാർഡ് മോഡിലൊന്നും നമുക്ക് ഇവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എക്സ്പീരിയൻസ് കിട്ടൂല. ഇപ്പോൾ പെട്ടെന്ന് ചേർത്തോളൂ, വലിയ സീൻ ഉണ്ടാവില്ല. പക്ഷെ ഞാനിപ്പോഴും പറയുന്നു, ഇപ്പം ഞാൻ ഇച്ചിരി കളിച്ച് വെച്ചുകൊണ്ടാണ് എനിക്കിതിപ്പോൾ സുഖമായിട്ട് കളിച്ച് തീർക്കാൻ പറ്റുന്നത്. ഇവനൊക്കെ ആദ്യത്തെ ഇതിൽ ഞാൻ കളിച്ചപ്പോൾ ഒരു 5 പ്രാവശ്യം 10 പ്രാവശ്യം കളിച്ച് കഴിഞ്ഞിട്ടാണ് ഈ ഈസിയിൽ ഇവനെ കൊന്നത്. അങ്ങനെ പോകാൻ ചത്തു. ഡിഫിക്കൽട്ടി ഈസി. ഡാമേജ് 25. ഇപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും ഏത് വെപ്പനാണ് ഏറ്റവും കൂടുതൽ ഡാമേജ് ചെയ്യുന്നത്. ഇതിലിപ്പോൾ കണ്ടത് മൈൻഡ് ബ്ലാസ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ ഡാമേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ അതൊക്കെ നോക്കി കാണും സെലക്ട് ചെയ്യാൻ ഏത് വെപ്പനാണ് ഏറ്റവും നല്ലത്. പിന്നെ മെയിൻ മെന്യൂവിൽ നമുക്ക് എല്ലാ ഇതിൻ്റെ ഇങ്ങനത്തെ എല്ലാ ഗെയിംസിലും ലൈക്ക് ഇങ്ങനെ സ്കിൽ ഷോപ്പ് ഉണ്ടാവും. ആ സ്കിൽസ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ ഇവളെ വെച്ചാൽ കളിച്ചത്, ഇവളുടെ ലൈക്ക് ഈ സൈഡ് ഫുള്ള് ഞാൻ അപ്ഗ്രേഡ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഇപ്പോൾ ഞാൻ ഈ സാധനം ഇവോൾവ് ചെയ്യണം. ഇപ്പോൾ മറ്റേ അവസാനത്തെ സ്കില്ല് ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നു, മറ്റേ കുറേ റിങ്സ് തന്നെ. ആ കുറേ റിങ്സ് അങ്ങനെ വന്നെങ്കിൽ നമ്മൾ ഈ ഇത് പൈസ കൊടുത്ത് മേടിച്ച് ഇതിനെ ഇവോൾവ് ചെയ്യണ സെറ്റപ്പിലാക്കണം. ഈ റൈറ്റ് സൈഡിൽ ഈ ഡാർക്ക് വിസ്പിൻ്റെ അടിയിൽ ഇവോൾവ് എന്ന് എഴുതി വെച്ചേക്കണം കേട്ടോ. എല്ലാത്തിൻ്റെ അടിയിൽ ഇവോൾവ് ഇത് മേടിച്ചാൽ മാത്രമാണ് അത് അത്രയും റിങ്സ് വരുള്ളൂ. അല്ലെങ്കിൽ ലൈക്ക് 4 ലെവലായി കഴിഞ്ഞാലും ചുമ്മാ ഇങ്ങനെ ഒന്ന് കറങ്ങുള്ളൂ, അത്രയും സെറ്റപ്പായിട്ട് കറങ്ങില്ല. അങ്ങനെ എല്ലാ ഹീറോസിനും ഉണ്ട്. മേടിച്ച കഴിഞ്ഞ് നമുക്ക് പിന്നെ മേടിച്ചിട്ട് ഡീസെലക്റ്റും ചെയ്യും. അപ്പോൾ ആ പോയിന്റ് തിരിച്ചു കയറും. ഇപ്പോൾ ഞാൻ ഈ ഹീറോയ്ക്ക് ഫുള്ള് ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇത് എനിക്ക് വേണമെങ്കിൽ ഇത് ഫുള്ള് ഞാൻ തിരിച്ച് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിത് തിരിച്ച് ഫുള്ള് പിടിച്ചിട്ട് വേറെ ഹീറോയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ അതാണ് ഈ ഗെയിമിൻ്റെ സെറ്റപ്പ്. എല്ലാവരും കയറ്റാ കളിച്ച് നോക്കുക. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തായാലും കൂടുതൽ വീഡിയോസ് ഇനിയും ഇടുന്നതായിരിക്കും.
താങ്ക് യു ഗൈസ്.